വിച്ചുട്ട, നമ്മളിവിടെ വന്നത് എന്തിനാന്ന് മോനറിയോ? മോന്റെ അച്ഛനോട് ടാറ്റ പറഞ്ഞ് പിരിയാൻ വേണ്ടിയാ. മോന് വിഷമമുണ്ടോ അച്ഛനെ പിരിയാൻ? അമ്മയ്ക്ക് ഒരു വിഷമവും ഇല്ല. അച്ഛന് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയല്ലേ. നമ്മളെ കൂടെയുള്ളത് അച്ഛന് വലിയ ബുദ്ധിമുട്ടാവും. അച്ഛൻ സന്തോഷമായിട്ട് ജീവിക്കട്ടെ, അല്ലേ വെച്ചോട്ടാ? കുറെ നേരം വന്നിട്ട്? ഇല്ല, വന്നതേ ഉള്ളൂ. ചോട്ടാ ഉമ്മന്നേ. എന്തിനാനോ കോടതിയിലേക്ക് മോനെ കൊണ്ടുവന്നേ? അവനെല്ലാം കാണട്ടെ എന്തിരേട്ടാ. ഈ പ്രായത്തില് കാണുന്ന ചിത്രങ്ങള് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിയുന്ന. അച്ഛനും അമ്മയും സന്തോഷമായിട്ട് ജീവിക്കുന്ന ചിത്രങ്ങളൊന്നും വെച്ചുമോന്റെ മനസ്സിൽ കാണാനിടയില്ല. കുറെ നാളായിട്ട് നമ്മൾ തമ്മിൽ വഴക്കൊന്നും കൂടാത്തോണ്ട് അതും അവൻ കാണുന്നില്ലല്ലോ. അപ്പൊ പിന്നെ നമ്മുടെ മോന് നമ്മളെ കുറിച്ച് ഓർത്തു വെക്കാനുള്ള ഒരു മുഹൂർത്തമെങ്കിലും നമ്മളായിട്ട് ഒരുക്കി കൊടുക്കണ്ടേ? അത് ഇതാവട്ടെ. ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടിയൊന്നും പറഞ്ഞതല്ല. വിഷമിക്കണ്ട. വേണമെങ്കിൽ കോടതി കൂടും മുമ്പ് മോനെ തിരിച്ചു കൊണ്ടുപോകാൻ അച്ഛനോട് വരാൻ പറയാം. വേണ്ടാനോ? പിന്നെ ഒരു കണക്കിന് ആലോചിച്ച നീ വിച്ചൂട്ടനായിട്ട് വന്നത് നന്നായി. അതുകൊണ്ട് നമ്മുടെ കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കുന്നവരെങ്കിലും നമ്മുടെ മോൻ്റെ ഒപ്പം നമുക്ക് ഒരുമിച്ച് നിൽക്കാമല്ലോ. അനു, കണ്ണു തുടയ്ക്ക്. എന്നിട്ട് നീ ഞങ്ങളോടൊപ്പം ഒന്ന് ചേർന്ന് നിൽക്ക്. നമുക്ക് അവസാനമായിട്ട് മോന്റെ കൂടെ ഒരു സെൽഫി എടുക്കാം. അയ്യോ വേണ്ട, ഇപ്പൊ വേണ്ട. കോടതിയില് വിധി പറയും വരെ നമ്മൾ ഒരുമിച്ചല്ലേ. അവസാനത്തെ സെൽഫി അതിനുശേഷം എടുക്കാം. എത്രയാ? 100. കുടുംബക്കോടതി ഇത് തന്നെയല്ലേ? ആ, ഇത് തന്നെ. വിവാഹമോചനത്തിനാണെങ്കിലേ ആദ്യം വക്കീലിനെ കാണണം. അതിനൊക്കെ പറ്റിയ വക്കീൽ എന്റെ കയ്യിലുണ്ട്. ആണോ? എങ്കിലേ ആ വക്കീലിന്റെ നമ്പർ നിന്റെ ഭാര്യയ്ക്ക് കൊണ്ടേ കൊടുക്ക്. നിന്റെ അടുത്തൊന്നും അവളെങ്കിലും രക്ഷപ്പെടട്ടെ. നീ ഓട്ടോ ഓടിച്ചാ മതി, അല്ലാതെ വക്കീലിന്റെ ഏജന്റ് ആവണ്ട. ദാ വെച്ചോ. ചെല്ലേ. ഓ ശരി. എന്താന്ന് നോക്കണേ, അവനൊരു ഉപദേശവും കൊണ്ട് വന്നിരിക്കുന്നു. അവളും ഇന്ദ്രനും തൽക്കാലം എന്നെ കാണണ്ട.
അല്ല ഈ കുടുംബ കോടതി എവിടെയാ ദേ ആ സ്റ്റെയർ കയറി മേളിൽ പോയാൽ അവിടെയാണല്ലേ? ആ